ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പഴം തീരുന്നവരെ പുട്ടായതുകൊണ്ട് ഇന്നും പുട്ട് തന്നെയായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്ക് ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ചാളമീനാണ്. പപ്പ ഓൾറെഡി നന്നാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. പരിപ്പ് കറിയും ഉണക്കമീനും വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു ചാള ഇരിക്കുന്നുണ്ട്, ഉണക്കമീൻ അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചാളയ്ക്ക് പുരട്ടി മസാല പുരട്ടി വെച്ചിട്ട് പിന്നെ പരിപ്പ് കറിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. 9:15 എന്തോ ആവണേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ തന്നെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാമല്ലോ. അപ്പോൾ ഇപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നാക്കി എടുക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു മസാലയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എപ്പോഴും ഇങ്ങനെയാണെന്നല്ല കേട്ടോ. ഇപ്പോൾ ധൃതി പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിലപ്പോൾ കുരുമുളക് അങ്ങനെ ഇട്ടിട്ടേ ചെയ്യുള്ളൂ. തിരക്ക് പിടിച്ചിട്ടാവുമ്പോൾ. അല്ലാത്ത കുറേ സമയമുണ്ടെന്നുള്ള രീതിക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ചും ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടിട്ട് ചാള വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മണവും, ചാളയ്ക്കൊരു മണവും ഉണ്ടല്ലോ, അതും മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇന്നൊക്കെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മഴയാണ്. ഞാനിന്ന് 8 മണിയായിട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഏട്ടൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. എന്നിട്ട് പിന്നെ ഉറങ്ങിയിട്ട് ഞാൻ ഇടയ്ക്കൊന്നും എഴുന്നേറ്റില്ല. കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ 8 മണി. അങ്ങനെ അപ്പോൾ 8 മണി എഴുന്നേൽക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പം തന്നെ ഞാൻ എന്തായാലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നിപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് ആക്കാമെന്ന് വിചാരിച്ചേ. കൂടുതൽ കുരുമുളക് ഇട്ട് വറക്കാമെന്ന് വെച്ചു. നമ്മൾ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊണ്ട് ആ ബക്കറ്റിലേക്കായിട്ടാണ് ഇടുക. അത് ചാരുവിനും കൂടെ ഉണ്ട് ബക്കറ്റ്. അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ പപ്പ ചെടിക്കോ വാഴയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി ഇടും. അതൊരു വളമാണല്ലോ അപ്പോൾ അത്. അപ്പോൾ എന്തായാലും സമയം കളയാണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഞാൻ മറ്റേ ഒരു കുഞ്ഞി ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടു. ഇഞ്ചിയില്ലേ ആദ്യം ഞാൻ മുഴുവനോട് ഇടുമായിരുന്നു. അപ്പോൾ അത് അരയൂല. പിന്നെ എൻ്റെ അടുത്ത് പപ്പയെ പറഞ്ഞാൽ അത് കുഞ്ഞി പീസാക്കി മുറിച്ചിടുക, അപ്പോൾ അത് വേഗം അരഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാകുമ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിടും. പിന്നെ ഞാൻ ഇന്ന് കുരുമുളക് കൂടുതലിടാമല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടു. പിന്നെ നമ്മളുടെ മറ്റ് മസാലകളൊക്കെ ഇടും. ഉപ്പ്, പിന്നെന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നാരങ്ങാനീര് ഞാൻ ചേർക്കാറുണ്ട്. പക്ഷേ നാരങ്ങാനീര് ഇല്ലാത്തപ്പോൾ ഞാൻ ഒരിച്ചിരി ചൊറുക്കയാണ് ഒഴിക്കാറ്. ചൊറുക്കാന്ന് തന്നെയല്ലേ, വിനാഗിരി, ചൊറുക്ക, അതാണ് ഞങ്ങളിവിടെ ചൊറുക്കാന്നായിട്ട് പറയാം. ചൊറുക്ക ഒഴിക്കും. എന്നിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ പക്ക ഒരു സ്വാദ് കിട്ടണമെങ്കിൽ വെള്ളം ചേർത്ത് അരക്കരുതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുമ്പോൾ എനിക്കങ്ങനെ അരഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഒരുപാടൊന്നുമല്ല, ഒരു 3-4 ഒരു തുള്ളി വെള്ളം ഞാനങ്ങ് ഒഴിക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അത് അരഞ്ഞ് കിട്ടും. അങ്ങനെ അത് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ട് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് മീനിൽ പുരട്ടാം. പിന്നെ മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് നന്നായിട്ട് ആ മസാല അതിലൊക്കെ പിടിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് അവിടെ ഇരിക്കണ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സില്ലേ അതിലേക്ക് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറക്കാൻ നേരത്ത് നമ്മളെടുത്ത് വറക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ച് അടിപൊളിയായിട്ട് വരും. മീനിനെയൊക്കെ പൊത്തി ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ പരിപ്പ് കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് അതിലേക്ക് ഇട്ടു. 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം വെച്ച് ഒരു തക്കാളിയും കൂടെ ഉണ്ട്. തക്കാളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു 1-2 വിസിലേൽപ്പിക്കാം. ഞാൻ ആദ്യം ഒരു വിസിലെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഒരു വിസിലായി കഴിഞ്ഞ് ഇനി വേവോ എന്ന് ഡൗട്ടായതുകൊണ്ട് ഞാൻ ഒരു വിസിലും കൂടെ കേൾപ്പിച്ചു. അപ്പോൾ 2 വിസിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എളുപ്പമാണ് കേട്ടോ. ഇന്ന് എനിക്കെന്തോ നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരിച്ചിരി വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് മൂപ്പിക്കും. വേപ്പിലിട്ട് വറ്റൽമുളക് ഇട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടി എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അടിച്ചിട്ടു. പിന്നെ കുറച്ച് റീൽസിൻ്റെ പിറകെ നടന്നു. അത്രയൊക്കെ ഉള്ളൂ. മഴ ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി മടിയാണല്ലോ.
തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് റൂം. പക്ഷേ പുറത്ത് മഴ പെയ്യുമ്പോൾ എനിക്ക് വെള്ളത്തിൽ തൊടാൻ എനിക്ക് മടിയാണ്. അപ്പോൾ അങ്ങനെ അത് നടന്നില്ലായിരുന്നു. ഇതെൻ്റെ റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങിക്കെട്ടലാണ്. ഞാനത് ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെയും കൂടെ പോയി ഒന്ന് കാണണേ. പിന്നെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നിട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ പരിപ്പ് കറി ആണെങ്കിലും മീൻ വറുത്തതാണെങ്കിലും നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല കുരുമുളകിൻ്റെ ഒക്കെ ഉണ്ടായിട്ട് ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല ഏട്ടന് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മധുരത്തിൻ്റെ ഒരു പലഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മുട്ടയും പഴവും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം മുട്ടയും എന്താ പറയുക പഴമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മളുടെ ഏലാജി ലവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, പണ്ട് മമ്മി ഉണ്ടാക്കി തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. ഇങ്ങനെ മൈദ വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും മൈദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞു ഓർക്കണുണ്ട്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വെക്കേഷൻ്റെ സമയത്തൊക്കെ കിടന്നുറങ്ങും. ഫുഡ് കഴിച്ച് കിടക്കുള്ളൂ. കിടക്കുന്ന കഴിയുമ്പോഴത്തേക്ക് ഞാൻ മമ്മിയുടെ അടുത്ത് ചോദിക്കും, മമ്മി ഇന്ന് വൈകുന്നേരം എന്തുട്ടാ ഭക്ഷണം? അപ്പോൾ പറയാം ഇപ്പോഴല്ലേ ചോറ് തിന്നേന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഉണ്ടാക്കി തന്നിരുന്ന ഒരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഗോതമ്പ് പൊടി അല്ല മൈദ ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ കുറച്ച് തേങ്ങ ഓൾറെഡി ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ തേങ്ങ ഞാൻ പൊട്ടിച്ചതാണ്. വേറൊന്നുമില്ല, ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഏലക്കയും ഇല്ലാട്ടോ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചട്ടി വെച്ചു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് വിളയിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, ഗോതമ്പിൻ്റെ മാവ് ഉണ്ടാക്കുക, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് മാവ് ഉണ്ടാക്കുക, അത് വട്ടത്തിൽ പരത്തി ഒഴിക്കുക, അതിൻ്റെ മേലേക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക. ഏലാജി എന്ന് പറയും, ലവ് ലെറ്റർ എന്ന് പറയും. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയണ്ടായിരുന്നില്ല. മമ്മി ഒരു സാധനം ഉണ്ടാക്കി തരണു, കഴിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് എനിക്കത് ലവ് ലെറ്ററാണ് ഏലാജിയാണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. ഒരുപാട് പലഹാരങ്ങൾ അങ്ങനെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷൻ്റെ സമയത്തായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ടെൻഷൻ അതാണ്, അയ്യോ വൈകുന്നേരം ചായക്ക് എന്തൊട്ടാണാവോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. പാൻ വെച്ചു ഞാൻ ക്യാമറ ഓക്കെ. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ചൂടായില്ല, അതുകൊണ്ട് ഇഷ്ണുള്ള ഒച്ചയിട്ടില്ല. ഇപ്പം ഇനി ഏലക്ക ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചേർക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഏട്ടൻ കഴിക്കില്ല, അമ്മൂമ്മ കഴിക്കില്ല, ഏട്ടൻ പപ്പ ചിലപ്പോൾ ഒരെണ്ണെങ്ങാനും കഴിക്കും, ബാക്കി മൊത്തം ഞാനായിരിക്കും. അപ്പോൾ പിന്നെ മൊത്തം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പണി പോകില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് വെളിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. ഇന്നലെ ഞാൻ 100 എണ്ണം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കൂട്ടി വരും. എന്താണ് ഞാൻ ചെയ്യും. വേറൊന്നുമില്ല, വലിയ കാര്യത്തിൽ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് മറ്റേ സാധനം മേടിച്ചത്. അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കത് ഇതാക്കി എടുക്കാം. വിളയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ചുട്ടെടുക്കാം. നമുക്ക് തേങ്ങ ചിരണ്ടാനുള്ള ഒരു സമയം മാത്രമേ വേണ്ടി വരണുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് ചടപടയെന്ന് വേഗം പരിപാടിയില്ല. പിന്നെ പൊതുവേ എനിക്ക് ഈ സംഭവം ചെയ്യുന്നത് ഞാൻ അത്ര സ്ലോ അല്ല, കുറച്ചും കൂടെ സ്പീഡാണ്. കാരണം പപ്പയും അത്യാവശ്യം സ്പീഡിൽ ചെയ്യും, മമ്മിയും അത്യാവശ്യം സ്പീഡിൽ ചെയ്യും. പിന്നെ പണ്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് നാട്ടിൽ നിന്ന് തന്നെയല്ല, ആ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. പുറത്തായിരുന്നപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ, അപ്പം അത്ര ധൃതി പിടിച്ച് ചെയ്യേണ്ട. അപ്പം രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു, ഉച്ചക്കലത്തേക്ക് ഫുഡും വേണം. 7:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണമായിരുന്നു. 8:10 പറ്റിയായിരുന്നു ബസ്. അപ്പോൾ അങ്ങനെ ധൃതിയിൽ അപ്പയും ചെയ്തു തുടങ്ങി. അന്ന് മൾട്ടി ടാസ്കിങ് എനിക്കായിരുന്നു. ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു, ഏട്ടൻ അന്ന് പുറത്തായതുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇച്ചിരി സവാള അരിയുന്നു, അപ്പുറം പോയിട്ട് ഫോണിൽ മെസ്സേജ് അയക്കുന്നു. ഫുൾ മൾട്ടി ടാസ്കിങ് ആയിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് സ്പീഡ് അങ്ങനെ ചെയ്ത് എനിക്ക് സ്പീഡായിട്ടുണ്ട്.
ഭയങ്കര നൈസായിട്ട് പരത്തിയാൽ മതി കേട്ടോ. അയ്യോ ചൂട് കൂടിപ്പോയി തോന്നുന്നു. ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഫസ്റ്റത്തെ ചീറ്റിപ്പോയി. ഞാൻ വെള്ളം തൂകിയില്ല, ചൂട് കൂടിപ്പോയി പരത്താൻ പറഞ്ഞിരുന്നു. അത് മധുരത്തിൻ്റെ കൊണ്ടിട്ട് വിളിക്കാം. എന്താണെന്ന് അറിയാൻ പാടില്ല, തീയൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്തിട്ടും ഇതിലും ഈ തവണത്തെയും എൻ്റെ ചീറ്റിപ്പോയി. എനിക്ക് പരത്താൻ പറ്റണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഞാനൊന്ന് ചട്ടി മാറ്റിയിരുന്നു കേട്ടോ. ഞാൻ അപ്പച്ചട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിലെന്തോ ചെയ്തിട്ട് എനിക്ക് ശരിയാകുന്നില്ല. എന്താ പറ്റിയത്? ഇത് സെറ്റായി ഇല്ലല്ല. എന്താണ് പറ്റിയത്? സംതിങ് ഈസ് ഹാപ്പൻഡ്. ഇല്ല, എന്താണെന്നറിയില്ല. ലാസ്റ്റ് അത് തനിയെ തിന്നാൻ പോവാ. ഇത് റേഷൻ കടയിലെ ഗോതമ്പാണെങ്കിൽ അതിൻ്റെ വല്ല പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. വെള്ളം കുറച്ചെടുത്ത് നോക്കി, വെള്ളം കൂട്ടി എടുത്ത് നോക്കി, എന്നിട്ട് ദോശയുടെ കല്ലിലും പിടിക്കണില്ല, അപ്പത്തിൻ്റെ ചട്ടിയിലും വെച്ചിട്ടും പറ്റണില്ല. ശരി, എന്തായാലും മധുരം കഴിക്കണമെന്ന് വെച്ചിട്ട് മധുരം കിട്ടി. അപ്പം ഇനി ഞാൻ അതൊക്കെ തന്നെ ഇരിക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ.